ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഞാനും എൻ്റെ 2 പെൺമക്കളും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതേ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടു. പിന്നെ 3 കുട്ടികൾക്ക് വിഷം കൊടുത്തിട്ട് കാമുകൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് വിഷം കൊടുത്തു കൊന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സ് വല്ലാത്തൊരു വേദന വന്നു. കാരണം നമ്മൾ ഇന്നൊന്നും കാണൽ തുടങ്ങിയതല്ല. വിഷം കൊടുക്കുക, ചപ്പ് ചവറിൽ കൊണ്ടുപോയിടുക, കിണറ്റിലെറിഞ്ഞ് കൊല്ലുക, കുളത്തിൽ കൊണ്ടുപോയിടുക, പുഴയിലെറിഞ്ഞ് കൊല്ലുക, കാമുകൻ്റെ ഒപ്പം പോകാനാണ് കേട്ടതൊക്കെ. അപ്പോൾ ഈ കാമുകന്മാരൊപ്പം പോണ പെണ്ണുങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ? ഞാൻ നിങ്ങളെ മാരിക്കുള്ളൊരു പെണ്ണ് തന്നെയാണ്. നമ്മളെല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഉപേക്ഷിക്കുന്നത് ഞാനൊക്കെ എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ്. എനിക്കൊക്കെ ഇഷ്ടംപോലെ കല്യാണക്കാരൊക്കെ വരുന്നുണ്ട്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു പെണ്ണിന് പവിത്രമായൊരിതാണ്. കല്യാണം കഴിഞ്ഞങ്ങാണ്ട് ഒരു ഭർത്താവ് ഒപ്പം നിൽക്കുന്നത് ആ പെണ്ണിൻ്റെ ഒരു ബലമാണ്. അപ്പോൾ ഈ ഭർത്താവില്ലാന്ന് കരുതി നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ? ഈ കാമുകന്മാർപ്പം ചാടിപ്പോണ പെണ്ണുങ്ങളോടാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്തിൻ്റെ കുത്തൽ കയറിങ്ങാണ്ടാണ് നിങ്ങൾ ഈ കാമുകൻ്റെ ഒപ്പം മണ്ടണത്? എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ മണ്ടണത്? ഈ കുഞ്ഞു മക്കളെ നിങ്ങൾ എന്ത് തെറ്റാണ് ആ കുഞ്ഞുമക്കൾ നിങ്ങളോട് ചെയ്തത്? നിങ്ങളൊക്കെ പ്രസവിച്ചിങ്ങാണ്ട് ഉണ്ടാക്കിയതല്ല കുഞ്ഞുമക്കളെ, അല്ലാതെ വെറുതെ കിട്ടിയതൊന്നല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പോകാനുള്ള കാമുകന്മാർക്കും പോകാണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വിചാരിച്ച് നിൽക്കണവരോടാണ് ഞാൻ പറയണത്. കുട്ടികളുള്ളവരോട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേട്ടോ, കുഞ്ഞുമക്കളെ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഈ സർക്കാരിൻ്റെ അമ്മത്തൊട്ടിൽ പറഞ്ഞ സംഭവമുണ്ട്. അവിടെയൊക്കെ ചെറിയ കുഞ്ഞുമക്കളുടെ വലിയവരൊക്കെ ചെന്ന് പറഞ്ഞാൽ മതി, പോലെ ഏറ്റെടുത്തോളും. അതേമാതിരി പിന്നെ അനാഥ മന്ദിരങ്ങളുണ്ട്, അതേപോലെ സംഘടനക്കാരുണ്ട്. ഓരോരുത്തർക്ക് കൊണ്ടുപോയി നിങ്ങൾ കുട്ടികളെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. എന്താ അറിയോ, ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുനടക്കുന്നത് നിങ്ങൾക്ക് കാണില്ലേ? അത്രയ്ക്ക് സ്നേഹത്തോടെയാണ് ഞാൻ. ഇന്നെപ്പോലത്തെ ഓരോ അമ്മമാർക്കും നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് തരികയാണ്. കാരണം ഈ കുഞ്ഞുമക്കളെ ഞങ്ങൾ എങ്ങനെ കൊണ്ടുനടക്കണം, നിങ്ങളൊക്കെ എല്ലാ കുട്ടികളെ സ്നേഹിച്ചിരുന്ന അമ്മമാർക്ക് അറിയാതെ എങ്ങനെ കൊണ്ടുനടക്കുന്നത്. താഴത്തുമല്ല തലയിലും അല്ലാതെ എത്ര എണ്ണം കുട്ടികളില്ലാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയോ? ആ കുട്ടികളില്ലാത്തവർക്ക് അറിയുള്ളൂ അതിൻ്റെ വേദന എത്രമാത്രം ഉണ്ടെന്ന്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് നേരാത്ത നേർച്ചല്ല, വഴിപാടുകളില്ലാതെ കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾക്കൊക്കെ കുട്ടികളെ തരുമ്പോൾ നിങ്ങൾക്കത് വലിയൊരു വിഷമമാണ്. കാരണം ആ വിഷമം വരുന്നത് കാമുകനെപ്പുറത്ത് കണ്ടിട്ടാണ്. ഈ കാമുകനൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് ഒരു 2 മാസം നിന്നാൽ പിന്നെ കൊണ്ടുപോയിങ്ങാണ്ട് നിങ്ങളെ അതേമാതിരി ഇങ്ങാണ്ട് കൗത്തർത്തിങ്ങാണ്ട് ഇട്ടുക, ലോഡ്ജിൽ കൊണ്ടുപോയിങ്ങാണ്ട് വിഷം തന്നിങ്ങാണ്ട് നിങ്ങളെ കൊല്ലല്ലേ? അതിനാണോ നിങ്ങളൊക്കെ ഇപ്പോൾ ആയാൻ നിൽക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോളി. നമുക്ക് മക്കളെ റബ്ബ് തന്നിട്ടുള്ളത് ആ മക്കൾക്കും വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ആ മക്കളെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ടെങ്കിലും ഈ കാമുകൻ്റെ ഒപ്പം പോകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് വേണം എടുത്ത് ചാടിങ്ങാണ്ട് പായാൻ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ വല്ല റെയിൽവേ ട്രാക്കിലോ പെട്ടിയിലോ ഒക്കെ ആയിട്ട് വെട്ടി നുറുക്കിങ്ങാണ്ടോ അല്ലെങ്കിൽ വിഷം തന്ന് കൊന്നുങ്ങാണ്ടോ ഒക്കെ ഈ കാര്യങ്ങൾ കിടക്കുക കേട്ടോ. അതുകൊണ്ട് ദയവ് വിചാരിച്ചിട്ട് ഞാൻ പറയണ ഈ ഒരു കാര്യം കാമുകൻ്റെ ഒപ്പം പോണവരോട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ബൈ.